ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഹാരാഷ്ട്രയിലായിരുന്നാലും കേരളം ഒഴികെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശികളെ കണ്ടെത്തുന്ന തിരക്കിലാണ്. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് വളക്കൂറുള്ള മണ്ണ് കേരളമാണ് എന്ന് മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ തിങ്ങിപ്പറക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പക്ഷെ അവർ ബംഗ്ലാദേശികൾ എന്ന രൂപത്തിലല്ല വന്ന് കുടിയേറിയിട്ടുള്ളത്. അവർ ആസാമികളാണ്, ഒറീസക്കാരാണ്, ബീഹാറികളാണ്, ബംഗാളികളാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ വ്യാജേന ഒരുപാട് പേഴ്സണൽ ഐഡികൾ ഉണ്ടാക്കി 15,000 രൂപ വരെ കൊടുത്ത് പാസ്പോർട്ട് വരെ ഉണ്ടാക്കിയിട്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് അവരെ ബംഗാളികളെന്ന് പോലും വിളിക്കരുത്, അതിഥി തൊഴിലാളികൾ എന്ന് ഓമന പേരിട്ട് വിളിച്ച് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അടക്കം സജ്ജമായിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇവിടെയുള്ളത്. ഇപ്പോ പെരുമ്പാവൂരിൽ പിടിയിലായ ബംഗ്ലാദേശി യുവതിയുടെയും ആൺ സുഹൃത്തിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശ് കുൽന സദർ രുപ്പുഷാവരിബാദ് സ്വദേശിനിയായ തസ്ലീമ ബീഗം എന്ന 28-കാരിയും ബീഹാർ നവാദ ചിറ്റാർകോൽ ശാക്തികുമാർ 32 വയസ്സുകാരൻ, ഈ 2 പേരാണ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യമായിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടന്തറ ബംഗാൾ കോളനിയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. കൊച്ചി സിറ്റിയിലെ വിവിധ ലോഡ്ജുകളിലെ താമസത്തിന് ശേഷം ബുധനാഴ്ചയാണ് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഉടനെ ഇൻസ്പെക്ടർ TM സൂഫിയുടെ നേതൃത്വത്തിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഏജന്റ് മുഖാന്തിരമാണ് യുവതി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് എന്ന് അവർ പറയുന്നു. അതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി ബംഗളൂരുവിലെത്തി. അവിടെ വെച്ചിട്ടാണ് ഈ ആൺ സുഹൃത്തിനെ കണ്ടതും കൂടുതൽ പരിചയപ്പെടുന്നതും ആ പരിചയം മറ്റൊരു തലത്തിലേക്ക് വളരുന്നതും എന്ന് യുവതി പറയുന്നു. അതിനെ തുടർന്ന് ഇവര് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അങ്ങനെ ഒടുവിൽ ഇവർക്ക് സുരക്ഷിതമായ കേന്ദ്രം കേരളമാണ് എന്നിവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവർ കേരളത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്തി എത്തിച്ചേരുന്നു. ഇവര് ജില്ലയിൽ താമസിച്ച പല സ്ഥലങ്ങളെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. യുവതിയിൽ നിന്ന് വ്യാജ ആധാർ കാർഡ്, പാൻ കാർഡ് ഇതൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതും ഏജന്റ് ശരിയാക്കി നൽകിയതാണ് എന്നാണ് യുവതി പറയുന്നത്. കഴിഞ്ഞ 5 മാസമായി ഇവർ കേരളത്തിൽ ഉണ്ടെന്നും ഇവര് തന്നെ പറയുന്നു. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന ജില്ലാ പോലീസ് ആസ്ഥാനത്ത് 2 പേരെയും ചോദ്യം ചെയ്തു വരികയാണ്. NIA, ഇന്റലിജൻസ് ബ്യൂറോ, ATS തുടങ്ങിയവരും ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് മാറി മാറി. പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവരെന്തിനാണ് പെരുമ്പാവൂരെത്തിയത്? ഇവർക്ക് സഹായം ചെയ്തു നൽകിയത് ആരാണ്? ഇവർ ഒറ്റയ്ക്കാണോ വന്നത്? ഇവരുടെ കൂടെ കൂടുതൽ ആളുകളുണ്ടോ? സംഘടിതമായ ഒരു സംഘത്തിന്റെ കണ്ണിയാണോ ഇവർ? ഇവർക്ക് എന്തെങ്കിലും രഹസ്യമായ അജണ്ടകൾ ഈ കേരളത്തിൽ ഉണ്ടോ? ഇവർക്ക് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകി കേരളത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു താമസ സൗകര്യം, തൊഴിൽ ചെയ്യാനുള്ള സൗകര്യം, ഇതൊക്കെ ഇവർക്ക് ഇത്യാദി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ആരാണ്? ഈ സഹായം ചെയ്തു കൊടുത്ത ആളുകൾ അടക്കം കുടുങ്ങും. കാരണം പോലീസ് ആ രൂപത്തിൽ വിശദമായി വല വിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് സംവിധാനങ്ങൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് NIAയും ഇന്റലിജൻസ് ബ്യൂറോയും ATSഉം കേരള പോലീസും ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് എല്ലാ രൂപത്തിലും ഇവരുടെ സകലമാന തെളിവുകളും പൊക്കിയെടുക്കാനുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണ രീതിയാണ് തുടർന്നു പോകുന്നത്. ഇൻസ്പെക്ടർ TM സൂഫിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ PM റാസിഖ്, റിൻസ് M തോമസ്, ലാൽ മോഹൻ തുടങ്ങിയ ആളുകളാണ് അന്വേഷണ സംഘത്തിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. കൃത്യമായ രേഖകൾ വാങ്ങാതെ വീടുകൾ വാടകയ്ക്ക് നൽകുന്ന ഉടമകൾക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ അറിയിപ്പ്. ഇവർ ഏത് വിധേനയാണ് ഇന്ത്യയിലേക്ക് കടക്കുന്നത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തൽക്കാലം അതിർത്തി വേലികൾ ഭദ്രമാക്കാനാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം. ബംഗ്ലാദേശ് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ നൂറൽ ഇസ്ലാമിനെയാണ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി കാര്യങ്ങൾ ആരാഞ്ഞത്.
കഴിഞ്ഞ ദിവസം ധാക്കയിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മയെ ബംഗ്ലാദേശ് സർക്കാർ വിളിച്ചു വരുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടിയും വന്നത്. പശ്ചിമ ബംഗാളിലെ മാൾഡ അതിർത്തിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മയക്കുമരുന്ന് സംഘത്തിന് നേരെ BSF വെടിയുതിർത്ത സംഭവമാണ് നടപടികൾക്ക് ആധാരം. തന്നെയുമല്ല, ഒരുപാട് ആളുകൾ ആ മേഖലയിലൂടെ പല രൂപത്തിലും കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന രീതിയും ഒഴിവാക്കണം. കുറ്റകൃത്യരഹിത അതിർത്തി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ നിർബന്ധിതരാണെന്നും കുറ്റവാളികളുടെ നീക്കം, കള്ളക്കടത്ത് എന്നീ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടണമെങ്കിൽ സുരക്ഷ മാത്രമേ ഇതിന് വഴിയുള്ളെന്നുമാണ് നരേന്ദ്രമോദി കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് വേലി കെട്ടുന്നതുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയെ കണ്ടതെന്നും ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണോയ് വർമ്മ പ്രതികരിച്ചിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ 5 സ്ഥലങ്ങളിലായി ഇന്ത്യ വേലി കെട്ടുന്നത് ഉഭയകക്ഷി കരാറുകൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് മുന്നോട്ട് വരുന്നു. മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും എന്ന ഈ ഒരു വിളിച്ചുവരവ്, ഈ അതിർത്തി വേലി കെട്ടുന്നതുണ്ടല്ലോ, അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിക്കുമെന്നും കലാപത്തിന് തന്നെ കാരണമാകുമെന്നുമാണ് ഈ ആരോപണവും ഉന്നയിച്ച് ധാക്കയിൽ നിന്നും ബംഗ്ലാദേശ് അറിയിക്കുന്നത്. പക്ഷേ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിയാൽ അതിന് അതിരുകൾ കെട്ടിത്തിരിക്കുക, അത് സുരക്ഷിതമായിരിക്കുക എന്നത് ആ സ്ഥലത്തിന്റെ ഓണർ, ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണോ പണം കൊടുത്തത് വാങ്ങിയത്, അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണ്. ഈ രാജ്യം ഇന്ന് ആരാണ് ഭരിക്കുന്നത്? നരേന്ദ്രമോദിയാണ്. തന്റെ രാജ്യത്തിന്റെ അതിർത്തികൾ ശക്തമായ രൂപത്തിലായിരിക്കണം എന്നത് നരേന്ദ്രമോദിക്ക് നിർബന്ധമുണ്ടാവില്ലേ? അപ്പോ എന്തിനാണ് ബംഗ്ലാദേശികൾ ഇളകുന്നത്? എവിടെയാണ് സ്പർദ്ധയും കലാപവും വിദ്വേഷവും ഒക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന സമീപനമാണിത് എന്ന് ബംഗ്ലാദേശ് എങ്ങനെ പറയും? ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനകത്ത് അവര് സംരക്ഷിക്കേണ്ടുന്ന ന്യൂനപക്ഷ വിഭാഗമുണ്ട്. ന്യൂനപക്ഷത്തിന്റെയും കൂടി ഇടക്കാല സർക്കാരാണ് യൂനിറ്റ് സർക്കാർ. പക്ഷെ ആ രാജ്യത്തിനകത്ത് തന്നെ അവരെ പീഡിപ്പിക്കുകയും മറ്റൊരു വിഭാഗത്തിന് പീഡിപ്പിക്കാൻ സൈലന്റായി നിശബ്ദമായിരുന്നവർക്ക് അനുവാദം നൽകുകയും ചെയ്യുന്ന യൂനിറ്റ് സർക്കാരിന്റെ രീതിയെ ഇന്ത്യ ഏറെയായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ബംഗ്ലാദേശിന് പല രൂപത്തിലും തിരിച്ചടിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിനകത്ത് ഒരു ഭാഗത്ത് ഹിന്ദുക്കൾക്കെതിരെ യൂനിറ്റ് സർക്കാരും അതുപോലെ യൂനിറ്റ് സർക്കാരിന്റെ അറിവും സമ്മതത്തോടും കൂടി ജമാഅത്തെ ഇസ്ലാമിയും ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്തുമ്പോൾ ബംഗ്ലാദേശിന്റെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണം പിടിച്ചെടുത്തിരിക്കുകയാണ് അരാക്കൻ ആർമി. കാരണം നമ്മൾ ആർക്കിട്ട് എന്ത് പണി കൊടുത്താലും ശരി, അതിനേക്കാളേറെ 16ന്റെ പണി നമുക്ക് വേറെ വരും. എന്താ സംശയം? ഇതൊരു പ്രകൃതി സത്യമാണ്. നമ്മൾ ആർക്കിട്ട് ഉണ്ടാക്കാൻ പോയാലും ശരി, നമുക്ക് അതിനേക്കാൾ വലിയ ഉണ്ടാക്കലുകൾ വേറെ കിട്ടും. ബംഗ്ലാദേശിലെ പ്രധാന തുറമുഖ പട്ടണം പിടിച്ചെടുത്ത ആർമിയുടെ പടപ്പുറപ്പാട് നടക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒടുവിൽ ബുദ്ധിസ്റ്റ് സംഘടനയായ അരാക്കൻ ആർമി ബംഗ്ലാദേശിന് വലിയ പണിയും കൊടുത്തു. അമേരിക്ക പോലും കണ്ടുവച്ചിരുന്ന ബംഗ്ലാദേശിന്റെ സ്വകാര്യ അഹങ്കാരമായിരുന്ന പവിഴ ദ്വീപായ സെന്റ് മാർട്ടിൻ ദ്വീപാണ് അരാക്കൻ ആർമി പിടിച്ചെടുത്തത്. ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ പിന്തുണയോടുകൂടിയാണ് അരാക്കൻ ബംഗ്ലാദേശിലേക്ക് കടന്നുകയറ്റം നടത്തിയത് എന്ന ആരോപണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഉന്നയിക്കുന്നത്. അതിലും ഇന്ത്യയെ പ്രതിയാക്കാനാണ് അവർക്ക് താല്പര്യം. ബംഗ്ലാദേശിലെ ആഭ്യന്തര കലഹം, ഹൈന്ദവ വേട്ട എന്നിവ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ബുദ്ധിസ്റ്റുകളുടെ കൂട്ടമായിട്ടുള്ള അരാക്കൻ ആർമി ബംഗ്ലാദേശിനെതിരെ രംഗത്ത് വരുന്നത്. നന്ദി.